സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രശേഖരൻ പറഞ്ഞ കടമംഗലത്തെ രക്ഷിക്കാനുള്ള ആൾ അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നും സാറ് ഇറങ്ങി വരുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ സാറുടെ അരികിലേക്ക് ചെല്ലുക. വരൂ മാഡം, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുടുംബം ഇതാ എൻ്റെ ഏട്ടൻ, പിന്നെ അമ്മ. നമസ്കാരം. സത്യം പറഞ്ഞാൽ ചന്ദ്രശേഖരൻ ഈ കാര്യം എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പം തന്നെ പുറപ്പെട്ടതാ. പക്ഷെ വഴിയിൽ ചില തടസ്സങ്ങൾ, അത് കാരണം ഈ ഒരു സാഹചര്യത്തിന് മുമ്പ് എത്താൻ പറ്റാതെ പോയത്. സാരമില്ല ചന്ദ്രശേഖരൻ, എവിടെ ബാങ്ക് മാനേജറെ വിളിക്കൂ, ഞാൻ ആരോട് ഇപ്പം തന്നെ സംസാരിക്കാം. അങ്ങനെ മാനേജറെ വിളിക്കുവാണ് കേട്ടോ. ശേഖർ ഈ സമയം സാർ അയാളോട് ചോദിക്കണേ, എത്ര തുകയാണ് കണിമംഗലംകാർ നിങ്ങളുടെ ബാങ്കിലേക്ക് അടക്കാനുള്ളത്? എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയൂ. ഉടനെ തന്നെ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. അങ്ങനെ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ പറയുവാണ്. ഈ സമയം സാറയുടെ മാനേജർ ഉണ്ടല്ലോ, ആ പണം മുഴുവൻ അപ്പം തന്നെ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. മാഡം, ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. മാനേജർ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ബാങ്ക് മാനേജർ ബാങ്കിലേക്കൊക്കെ വിളിച്ച് അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്യാൻ പറയുവാണ്. ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കൂടി നിൽക്കുവാണ്ടോ പരമേശ്വരനും കുടുംബമൊക്കെ. ഈ സമയം മാനേജർ പറയണേ, ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാ പണവും കൃത്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജപ്തി നടപടികളുടെ ഒരാവശ്യമില്ല. ഞങ്ങൾ എല്ലാം മതിയാക്കി ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുക. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, അതെ, ഒന്ന് നിന്നേ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഈ സാധനങ്ങളെല്ലാം അകത്തുനിന്ന് എടുത്തതല്ലേ, അതുപോലെ തന്നെ ഇത് തിരിച്ചിട്ടിട്ട് പോയാൽ മതി. അങ്ങനെ അത് തിരിച്ചിടാനുള്ള ഏർപ്പാടൊക്കെ അവർ ചെയ്യുവാണ്. അങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം തന്നെ അകത്തേക്ക് തിരിച്ചെടുത്ത് വെക്കുവാണ് കേട്ടോ. അതിനുശേഷം ആ ഓഫീസേഴ്സ് എല്ലാം അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ പരമേശ്വരൻ്റെയും അവരുടെ എല്ലാവരുടെയും അരികിലേക്ക് വന്നിട്ട് പറയണേ, ഏട്ടാ, ഇനി നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. പൈസ എല്ലാം സാറാ മേഡം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇതേ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു മാഡമാണ്. സാറാന്ന പേര് വലിയ വലിയ കുറേ കമ്പനികളൊക്കെ സ്വന്തമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നോക്കി നടത്തിപ്പ് കാര്യമാണ് മാഡം. ഈ സമയം സാറ് പറയണേ, ഞാൻ നിങ്ങൾക്ക് പണം തന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷനാക്കിയൊന്നും വേണ്ട കേട്ടോ. കടോട്ട് കണ്ടാൽ മതി, അത് പതിയെ പതിയെ എനിക്ക് സാവകാശം തിരിച്ചു തന്നാലും മതി. എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ സമയം പരമേശ്വരൻ പറയുന്നുണ്ട്, ചന്ദ്രശേഖര, എന്തു ചെയ്യണമെന്നറിയാതെ ആകെ പ്രതിസന്ധിയിലും ധർമ്മസങ്കടത്തിലും എനിക്കുമായിരുന്നു ഞാൻ. സത്യം പറയാലോ, ദൈവം വെച്ചതുപോലെയാണ് നീ ഇങ്ങോട്ടേക്ക് എത്തിയത്. വലിയ അപമാനത്തിൽ നിന്ന് തന്നെയാണ് നീ നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചത്. ഈ സമയം ഉർവശി പറയുന്നുണ്ട്, എന്നാലും ഇത്ര നാൾ എന്തൊക്കെയായിരുന്നു എല്ലാവരും ചേർന്ന് ചന്ദ്രേട്ടനെ പറഞ്ഞത്? അവസാനം കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ രക്ഷിക്കാനായിട്ട് എൻ്റെ ചന്ദ്രേട്ടൻ തന്നെ വേണ്ടി വന്നില്ലേ? ഈ സമയം ഉർവശിയുടെ വർത്തമാനമൊക്കെ കേൾക്കുന്നത് മുത്തശ്ശിക്കും വരുണിൻ്റെ ആദ്യമൊക്കെ ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താണെങ്കിലും പ്രശ്നങ്ങളെല്ലാം മാറിയില്ലേ? പക്ഷേ ഇതിനൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാകാനുള്ളൊരു മൂല കാരണമുണ്ടല്ലോ, അതെന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം ഏട്ടൻ്റെത് ഈ നിൽക്കുന്ന ഈ മോന വരുൺ. ഇവനെ കമ്പനി ഏൽപ്പിച്ചതിന് ശേഷമല്ലേ കമ്പനി ഈ അവസ്ഥയിലായത്. ഏട്ടനെ നോക്കി നിർത്തിക്കൊണ്ട് ഇവൻ ചതിക്കുകയായിരുന്നു. ഏട്ടനെ പച്ചക്ക് വഞ്ചിച്ചു. അങ്ങനെ കമ്പനി നശിപ്പിച്ച് നാറാണക്കല്ല് വരുത്തി. അവസാനം എന്തായി, ജപ്തിയുടെ വക്ക് വരെ എത്തിയില്ലേ? എല്ലാത്തിനും കാരണം ഇവൻ്റെ കാര്യപ്രാപ്തി ഇല്ലായ്മയും പിടിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇവൻ ഏർപ്പാടാക്കിയ ആളുകളല്ലേ കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണമായത്. ഏട്ടനോട് പോലും ആലോചിക്കാതെയല്ല ഇവൻ നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ കാരണമോ കമ്പനി ഈ അവസ്ഥയിൽ ഇപ്പോൾ എത്തിയത്. ചെറിയച്ച, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അന്നേരം പത്മിനിയും പറയുന്നുണ്ട്, ചന്ദ്രശേഖര, നീ വന്ന് രക്ഷിച്ചു എന്നുള്ളതൊക്കെ നേരാ എന്ന് കരുതി എല്ലാ കുറ്റങ്ങളും എൻ്റെ മോൻ്റെ മേത്തേക്ക് ചാരി നിന്നാൽ അത് കേട്ട് നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അന്നേരം മുത്തശ്വരനെ, വരണ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അത് നീ ആയിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒരു ചതിയുണ്ട്. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, എന്ത് തന്നെയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മകനെ കുറ്റം പറയുന്നതൊന്നും സഹിച്ചില്ലെന്ന് വരും. പക്ഷേ സത്യം അത് തന്നെയാണ്. എന്താണെങ്കിലും എൻ്റെ വാക്കിൻ്റെ മേലെ കണിമംഗലം ഇപ്പോൾ തിരിച്ചു പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അകത്തേക്ക് കയറാം. പക്ഷേ രണ്ടുപേർക്ക് മാത്രം കണിമംഗലത്തിനകത്തേക്ക് ഇനി പ്രവേശനമില്ല. അത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന വരുണിൻ്റെ ആതികയും. ഈ കമ്പനി നശിയാനും നമ്മുടെ കുടുംബം ഇങ്ങനെ തകരാനും കാരണം ഇവർ രണ്ടുപേരുമാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കണിമംഗലത്തേക്ക് കയറണ്ട. ഇതെൻ്റെ തീരുമാനമാണ്. അതനുസരിക്കാമെങ്കിൽ മാത്രം ഏട്ടനും ഏട്ടത്തിക്കും അമ്മക്കും അകത്തേക്ക് കയറാം. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാൾക്കും ഇവരോടൊപ്പം ഇറങ്ങാം. എൻ്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. അങ്ങനെ പറഞ്ഞ ചന്ദ്രശേഖരനും സാറയും അതുപോലെ കൽപ്പനയും ഉർവശിയൊക്കെ അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം പത്മിനി പറയണേ, രക്ഷകനായി വന്നിട്ട് വലിയൊരു ദ്രോഹം തന്നെയാണല്ലോ അമ്മേ ചന്ദ്രശേഖരൻ നമ്മളോട് ചെയ്യുന്നത്. അതെ, അവൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചതാണല്ലോ. അല്ലെങ്കിൽ പണ്ട് തൊട്ടേ അവൻ്റെ മനസ്സിൽ ഇതുപോലെയുള്ള ദുഷ്ടചിന്തകൾ മാത്രമല്ലേ വരൂ. ഈ സമയം പരമേശ്വരൻ പറയുന്നുണ്ട്, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, നമ്മുടെ മക്കൾക്കൊപ്പം നിൽക്കൂ. വരുൺ, രാധികെ,
നമുക്ക് ജീവിക്കാൻ അധിക സൗകര്യമൊന്നും വേണ്ട. എത്ര ചെറിയ കുടിലാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ സന്തോഷം. അന്നേരം വരൻ പറയുന്നുണ്ട്, വേണ്ടച്ചാ, അച്ഛനും അമ്മയും മുത്തശ്ശിയും ഇവിടെ തന്നെ നിന്നാൽ മതി. ഞാനും രാധികയും ഇവിടെ നിന്നിറങ്ങുക. ഞങ്ങളിത് തീരുമാനിച്ചു കഴിഞ്ഞു. ചെറിയച്ഛൻ്റെ ഇത്തരം വാക്കുകളൊക്കെ കേട്ട് വീണ്ടും ഇവിടെ നിൽക്കേണ്ടി വന്ന അത് എൻ്റെ തന്നെ ആത്മാഭിമാനത്തിന് ഞാൻ ഏൽപ്പിക്കുന്ന മുറിപ്പെടുത്തലായി പോകും. പിന്നെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എൻ്റെ ഒപ്പം വരണ്ട എന്നുള്ള തീരുമാനം അത് ഞങ്ങൾ ഒരുമിച്ചെടുത്തതാണ്. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം കുറച്ച് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും. ഈ അവസ്ഥയിൽ, ഈ പ്രായത്തിൽ അച്ഛനെയും അമ്മേനെയും മുത്തശ്ശീനെയൊക്കെ തെരുവിലേക്ക് ഇറക്കേണ്ടി വരുന്നത് എനിക്കത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല അച്ഛാ. ഇത്തരം നാളും അച്ഛനും അമ്മയും മുത്തശ്ശിക്ക് ഇവിടെ തന്നെയല്ലേ ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ മതി. അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ കഷ്ടപ്പാടെല്ലാം മാറും അച്ഛാ. എല്ലാം തിരിച്ചു പിടിച്ച് ഞാനും രാധികയും ഇങ്ങോട്ടേക്ക് തന്നെ മടങ്ങിയെത്തും. അതുവരെ നിങ്ങളിവിടെ കണിമംഗലത്ത് തന്നെ ഉണ്ടാവണം. മോനെ വരുൺ, നീ ഞങ്ങളെ വിട്ട് എങ്ങും പോകണ്ട. രാധികെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഞങ്ങളുടെ ഒപ്പം വേണം. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം എങ്ങോട്ടാന്ന് വെച്ചാൽ വരാം. ഇവറ്റകൾക്കൊപ്പം ഇവിടെ ജീവിക്കുന്നതിലും നല്ലത് നിങ്ങൾക്കൊപ്പം വരുന്നത് തന്നെയാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി. മുത്തശ്ശി ഇപ്പം കണ്ടില്ലേ ഈ കാര്യങ്ങളെല്ലാം? ഇതെല്ലാം ഒരു ചതിയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ ചെത്തി നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചെറിയച്ഛൻ്റെ മഹാ എൻട്രിയും രക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന പുതിയ അവതാരവും എല്ലാം പ്ലാനായിരുന്നു. നമ്മളെ അവർ ചതിക്കുമായിരുന്നു. പക്ഷേ പിടിച്ചു നിൽക്കാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ മാർഗങ്ങളൊന്നുമില്ല. വരൻ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങണം. അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. മുത്തശ്ശിയും അച്ഛനും അമ്മയും ആരും വിഷമിക്കണ്ട. ഞങ്ങൾ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. എല്ലാം തിരിച്ചെടുത്തുകൊണ്ട് തന്നെ. ഈ സമയം രാധികയുടെ വരുണിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് ഉർവശിയും കൽപ്പനയും പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ചന്ദ്രശേഖരൻ വരണേ, എന്താ തീരുമാനം? വരുണും രാധികയും മാത്രമാണോ ഇറങ്ങുന്നത്, അതോ നിങ്ങൾ മൂന്നാലും കൂടെ ഇറങ്ങുന്നുണ്ടോ? അന്നേരം വരുൺ പറയുന്നുണ്ട്, ഞാനും രാധികയും ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചത്. ആ, വളരെ നല്ല തീരുമാനം. എന്നാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതെടുക്കാൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അന്നേരം വരുൺ പറയുന്നുണ്ട്, ഞാനും രാധികയും ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ അത് എന്നിലും രാധികയിലുമായിട്ട് ഒതുങ്ങി നിൽക്കണം. ആ ദേഷ്യം എൻ്റെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും കാണിക്കാൻ പാടില്ല. അങ്ങനെ വരുൺ ആ ബാഗ് വാങ്ങിക്കുവാണ്. ഈ സമയം രാധിക പറയുന്നുണ്ട്, ചെറിയമ്മക്കും ഏട്ടത്തിക്കൊക്കെ ഒത്തിരി സന്തോഷമില്ലേ? ഞാനായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രു പടിയിറങ്ങുവാണ്. അതിനുശേഷം വരുണും രാധികയും മുത്തശ്ശിയോടും അമ്മയോടും അച്ഛനോടും ഒക്കെ യാത്ര പറയുവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ വരുണേയും രാധികയും കെട്ടിപ്പിടിച്ച് കരയുവാണ്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വരുൺ രാധികയുടെ കൈയും പിടിച്ച് ഇറങ്ങാൻ നിൽക്കുവാണ്. ഈ സമയം രാധിക പറയണേ, അതെ, പോകുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നു എന്ന് കരുതി നിങ്ങൾ അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. അധികം വൈകാതെ തന്നെ ഞങ്ങളിവിടെ തിരിച്ചെത്തും. കണിമംഗലത്തിൻ്റെ അവകാശികളായിട്ട് തന്നെ. ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊരുക്കിയ ചതിയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ വ്യക്തമായിട്ടുണ്ട്. അതിനെല്ലാത്തിനും നിങ്ങളോട് ഞങ്ങൾ കണക്ക് ചോദിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരനെയും കൽപ്പനേനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേട്ടോ രാധിക അവിടെ നിന്ന് വരുണിനൊപ്പം ഇറങ്ങാൻ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് രാധികയും വരുണും കണിമംഗലത്തിൻ്റെ പടിയിറങ്ങിയ സങ്കടത്തിൽ ആകെ തളർന്നിരിക്കുവാണ്. പത്മിനിയും പരമേശ്വരനും മുത്തശ്ശിയൊക്കെ. ഈ സമയം കൽപ്പനയും ഉർവശിയുമാണെങ്കിൽ കണിമംഗലത്തിൻ്റെ ഭരണം തന്നെ അങ്ങ് ഏറ്റെടുത്തിരിക്കുവാണ്. ഉർവശി അവരുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, അതെ, ഇതുവരെ ഈ കണിമംഗലത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഏട്ടത്തിയായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ഇതിനെല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഈ ഉർവശിയായിരിക്കും. അങ്ങനെ ഉർവശിയുടെ മട്ടും ഭാവമൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുവാണ് പത്മിനിയും മുത്തശ്ശിയുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് ആരതിയുടെ അസിസ്റ്റൻസും ചേർന്ന് ശ്യാമയ്ക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ ശ്രമിക്കുവാണ്. ആരതി പറയണേ, നമ്മൾ അധികം വൈകാതെ തന്നെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന എൻ്റെ ചെറിയമ്മയെ കണ്ടെത്തിയിരിക്കും. അതിനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നും പറഞ്ഞ് അവരോട് സംസാരിക്കുവാണ് ആരതി. പിന്നീട് കാണിക്കുന്നത് സാറാവിടെ ചന്ദ്രശേഖരനോടും ഉർവശിയോടും കൽപ്പനയോടും ഒക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം പരമേശ്വരനും പത്മിനിയൊക്കെ അവിടെ ഉണ്ടാകും. അന്നേരം സാറാ പറയണേ, ചന്ദ്രശേഖരനെ ദ്രോഹിച്ച ആരും തന്നെ ഇനി ഈ കുടുംബത്തിൽ വേണ്ട. അങ്ങനെ ഈ ഒരു സീനുകളൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്നേഹപൂർവ്വം ശ്യാമയുടെ മിക്ക ഓഡിയൻസിനും ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണെങ്കിലും നമുക്ക് ഇനി ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് വരുണും രാധികയും വിജയിച്ചു വരുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്